ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ 2025 എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച ഒരു വർഷമായിരുന്നു. അതിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് ലെസൺസ് ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ജീവിച്ചു തീർത്തത് മുഴുവനും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരായിട്ടോ, എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു എൻ്റെത്. എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ ഇന്നേ വരെ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ 2025 എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവിന് കാരണമായിട്ടുള്ള ഒരു വർഷമാണ്. 2025 ആയപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിലേക്ക് കുറേ ചിന്തകൾ കടന്നു വന്നു. അങ്ങനെ കുറെ പ്രതിസന്ധികൾ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, ഞാൻ എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ജീവിക്കത്തില്ല. ഞാൻ തന്നെ എനിക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ തിരിച്ചറിവ് വന്നു. ഞാൻ എനിക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ തുടങ്ങി. ഞാൻ എനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രതിസന്ധികളിൽ ഞാൻ തന്നെ നിലയുറപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തീരുമാനം എടുത്ത ഈ 2025 എനിക്കിപ്പോൾ സന്തോഷത്തിന്റെ ഒരു വർഷമാണ്. കഴിഞ്ഞ 2025 ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനും ജീവിക്കാനും സന്തോഷിക്കാനും എന്നെ പ്രേരിപ്പിച്ചത് ഒരേ ഒരാളാണ്. ആ ഇരിക്കുന്ന ആള്. ആ ആള് മാത്രമാണ്. ആ ആൾ പറഞ്ഞ വചനമുണ്ട്. എന്റെ കർത്താവ് പറഞ്ഞതാണ്, നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നതെന്ന് 2 കൊരിന്തോസ് 12 ഈശോ പറയുന്നുണ്ട്. ആ വചനം മുറുക്കെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ചൊല്ലി, അത് എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വഴികളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപയോടൊത്താണ് ഞാൻ ഇത്രയും നാൾ സഞ്ചരിച്ചതും ഇനിയും സഞ്ചരിക്കുന്നതും. അതുകൊണ്ട് ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. എന്നിലും സന്തോഷം കണ്ടെത്തുന്നു. സോ ഐ എം സോ ഹാപ്പി. ആൻഡ് ഈ 2026 നമ്മൾ കടന്നിരിക്കുന്നു. ഇനിയുള്ള ജീവിതവും ദൈവത്തിന്റെ കൃപയാൽ നല്ലതായി തീരട്ടെ എന്ന് എൻ്റെ ജീവിതവും അതുപോലെ എന്നെ കാണുന്ന നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.